തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിൽ പുകയുന്ന ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സമിതിയിലോ ആരും ഉരിയാടാത്ത വസ്തുതകൾ അയ്യപ്പന്റെ മണ്ണായ പത്തനംതിട്ടയിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അണപൊട്ടിയൊഴുകി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. പിണറായിയെ മാറ്റി നിർത്തി പുതിയൊരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കണ്ടെത്തണമെന്ന ആവശ്യം പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നത് AKG സെന്ററിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. സമാന വിമർശനം മറ്റു ജില്ലകളിലും ഉയരും. പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാനാണ്, അല്ലാതെ തോറ്റമ്പിയ ശേഷം പ്രതിപക്ഷ നേതാവായി വാഴാനല്ല. യോഗത്തിൽ ഉയർന്ന ഈ പരിഹാസം പാർട്ടിക്കുള്ളിലെ മനോഭാവം എങ്ങോട്ടാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രായപരിധി നിബന്ധനകൾ കാറ്റിൽ പറത്തി മൂന്നാം ഊഴത്തിനായി ഇറങ്ങിത്തിരിച്ച പിണറായിക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടി ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകണമെന്നാണ് പത്തനംതിട്ടയിലെ നേതാക്കളുടെ പക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള വിമർശനമാണ് ഏറ്റവും ശ്രദ്ധേയം. 10 വർഷം ഭരിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്കാർക്ക് അന്യായമായിരുന്നുവെന്ന് നേതാക്കൾ തുറന്നടിച്ചു. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കോ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യാതൊരു വിലയും ലഭിച്ചില്ല. ഈ ഭരണകൂട ഗർവാണ് പാർട്ടിയെ തകർത്തതെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആഞ്ഞടിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഗോവിന്ദൻ സംരക്ഷിച്ചത് പാർട്ടിയെയല്ല, സ്വന്തം ഭാര്യയെ മാത്രമാണെന്ന ആരോപണം യോഗത്തിൽ ആളിപ്പടർന്നു. പാർട്ടി കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സ്വന്തം കുടുംബത്തിന് അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിലായിരുന്നു സെക്രട്ടറിയുടെ താൽപര്യമെന്ന കടുത്ത വിമർശനമാണ് ഉയർന്നത്. തോൽവിക്ക് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൂടി പിണറായി ഏറ്റെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് നേതാക്കൾ പറയുന്നു. പിണറായി വിജയൻ ഈ തീരുമാനം സ്വയം പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനം റദ്ദാക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം പേരുടെയും ആവശ്യം. തോൽവിയുടെ ഭാരം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പിണറായിയെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഒരു വിഭാഗം. ആറന്മുളയിൽ പരാജയപ്പെട്ട മുൻമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പടയൊരുക്കം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും ജനങ്ങളുമായുള്ള ബന്ധം മന്ത്രിമാർക്ക് നഷ്ടപ്പെട്ടുവെന്നും യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ മന്ത്രിമാർക്ക് ജനങ്ങളോട് പറയാൻ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും പരാജയത്തിന്റെ ആക്കം കൂട്ടി. VD സതീശൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി എത്തിയതോടെ CPM 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് പത്തനംതിട്ടയിലെ നേതാക്കൾ കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കും പുതിയ മുഖങ്ങൾക്കും അവസരം നൽകാതെ പിണറായിയിൽ തന്നെ പാർട്ടി തളച്ചിടപ്പെടുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആശങ്ക ശക്തമാണ്.